ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിൽ ഒരിക്കൽ കൂടി പശ്ചിമേഷ്യൻ നയതന്ത്ര പോരാട്ടങ്ങളുടെ പ്രധാന വേദിയായി മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയും മുൻകാല സമാധാന കരാറുകളെയും പൂർണ്ണമായി കാറ്റിൽ പറത്തിക്കൊണ്ട് ഇസ്രയേൽ നടത്തുന്ന അഭൂതപൂർവമായ അധിനിവേശ നീക്കങ്ങൾക്കെതിരെ റഷ്യയും പലസ്തീനും സംയുക്തമായി രംഗത്ത് വന്നതാണ് ഈ നയതന്ത്ര യുദ്ധത്തിന് പുതിയ മാനം നൽകിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഭൂമി കയ്യേറ്റത്തിനെതിരെ കടുത്ത ഭാഷയിലാണ് ഇരു രാജ്യങ്ങളും UN സുരക്ഷാ കൗൺസിലിൽ ആഞ്ഞടിച്ചത്. റഷ്യയുടെ യുഎനിലെ താൽക്കാലിക പ്രതിനിധിയായ അന്ന എവ്സ്റ്റിക്നീവയാണ് റഷ്യയുടെ ഔദ്യോഗിക നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയത്. ചരിത്രപരമായ ഓസ്ലോ കരാറിന്റെ പ്രഖ്യാപിത തത്വങ്ങളെയും വ്യവസ്ഥകളെയും ഇസ്രയേൽ പരസ്യമായി ലംഘിക്കുകയാണെന്ന് അവർ കുറ്റപ്പെടുത്തി. പലസ്തീൻ സ്വയംഭരണ പ്രദേശങ്ങളായ ഏരിയ എ, ഏരിയ ബി എന്നിവയുടെ നിയമപരമായ പദവികൾ ആക്രമണോത്സുകമായി മാറ്റിയെഴുതാൻ ഇസ്രയേൽ ശ്രമിക്കുന്നതായി റഷ്യ മുന്നറിയിപ്പ് നൽകി. പിടിച്ചെടുത്ത പലസ്തീൻ മണ്ണിൽ മാറ്റാൻ കഴിയാത്ത വിധത്തിലുള്ള യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കാനാണ് ഇസ്രയേൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അന്ന ചൂണ്ടിക്കാണിച്ചു. നിയമവിരുദ്ധമായ ജൂത പാർപ്പിടങ്ങൾ സ്ഥാപിച്ച് ഭൂപടം തന്നെ മാറ്റിവരയ്ക്കുന്നതിലൂടെ ഭാവിയിൽ ഒരു സ്വതന്ത്ര പലസ്തീൻ രാജ്യം എന്ന ആശയം തന്നെ ഇല്ലാതാക്കുകയാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. അന്താരാഷ്ട്ര സമൂഹം ഒപ്പിട്ട കരാറുകളെയെല്ലാം വെല്ലുവിളിക്കുന്ന ഈ നീക്കം മേഖലയെ കൂടുതൽ തകർച്ചയിലേക്ക് നയിക്കുമെന്ന് റഷ്യ വ്യക്തമാക്കുന്നു. റഷ്യൻ പ്രതിനിധിയുടെ ഈ ശക്തമായ നിലപാടിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് യുഎനിലെ പലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ വികാരാതീതനായാണ് സുരക്ഷാ കൗൺസിലിനെ അഭിസംബോധന ചെയ്തത്. ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അതിക്രമങ്ങൾ വെറുമൊരു അതിർത്തി തർക്കമല്ല, മറിച്ച് പലസ്തീൻ ജനതയുടെ അസ്തിത്വത്തിനു മേലുള്ള കടന്നുകയറ്റമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. തങ്ങളുടെ മണ്ണ് കവർന്നെടുക്കാനുള്ള ഇസ്രായേലിന്റെ വ്യവസ്ഥാപിതമായ നീക്കങ്ങൾ പലസ്തീൻ ജനതയെ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളാക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തന്ത്രപ്രധാനമായ ഈ വൻഇടനാഴി കേന്ദ്രീകരിച്ച ഇസ്രയേൽ നടപ്പിലാക്കുന്ന വൻതോതിലുള്ള കോളനിവൽക്കരണ പദ്ധതികളെ കുറിച്ച് റിയാദ് മൻസൂർ കൗൺസിലിൽ വിശദീകരിക്കുകയുണ്ടായി. കിഴക്കൻ ജെറുസലേമിലെയും വെസ്റ്റ് ബാങ്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പ്രദേശം പലസ്തീന്റെ ഭൂമിശാസ്ത്രപരമായ ഐക്യത്തിന് ഏറ്റവും നിർണായകമാണ്. ഈ പ്രദേശത്ത് ഇസ്രയേൽ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ പലസ്തീനെ രണ്ടായി വിഭജിക്കാൻ മാത്രമായി ഉദ്ദേശിച്ചുള്ളതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഈ ഇടനാഴിയിലെ ഈ കോളനിവൽക്കരണ പദ്ധതികൾ പരമാധികാരമുള്ള ഒരു സ്വതന്ത്ര പലസ്തീൻ രാജ്യമെന്ന സ്വപ്നത്തിന് മേൽ ഇസ്രയേൽ വിധിക്കുന്ന മരണശിക്ഷയാണെന്ന് റിയാദ് മൻസൂർ വിശേഷിപ്പിച്ചത്. പലസ്തീൻ എന്ന രാജ്യം ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണെങ്കിൽ പിന്നെ പശ്ചിമേഷ്യയിൽ ഒരു സമാധാന ചർച്ചകൾക്കും പ്രസക്തി ഉണ്ടാകില്ല. മേഖലയിലെ സമാധാനത്തിനുള്ള എല്ലാ സാധ്യതകളെയും ഈ ഒരൊറ്റ നീക്കത്തിലൂടെ ഇസ്രയേൽ തകർക്കുകയാണെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഓസ്ലോ കരാർ പ്രകാരം പലസ്തീൻ അതോറിറ്റിക്ക് പൂർണ്ണമായോ ഭാഗികമായോ സിവിൽ സുരക്ഷാ അധികാരം നൽകിയിരുന്ന പ്രദേശങ്ങളിലാണ് ഇപ്പോൾ ഇസ്രയേൽ സൈന്യത്തിന്റെ പിന്തുണയോടെ കയ്യേറ്റങ്ങൾ നടക്കുന്നത്. ചരിത്രപരമായ ഈ കരാറുകൾ ഇസ്രയേൽ തന്നെ ലംഘിക്കുമ്പോൾ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എന്ത് വിലയാണുള്ളതെന്ന ചോദ്യം സുരക്ഷാ കൗൺസിലിൽ ഉയർന്നു വന്നു. പലസ്തീൻ വിഷയത്തിൽ റഷ്യ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന കടുത്ത നിലപാട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒരുപോലെ നയതന്ത്ര തലത്തിൽ വലിയ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സ്വാധീനത്തിന് ബദലായി റഷ്യ തങ്ങളുടെ നയതന്ത്ര പങ്കാളിത്തം ശക്തമാക്കുന്നതിന്റെ സൂചന കൂടിയാണ് ഈ സംയുക്ത നീക്കം. പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ റഷ്യ അന്താരാഷ്ട്ര വേദികളിൽ ഇനിയും ശബ്ദമുയർത്തുമെന്നാണ് മോസ്കോ നൽകുന്ന സന്ദേശം. വർഷങ്ങളായി തുടരുന്ന ഇസ്രയേൽ പലസ്തീൻ പ്രതിസന്ധി പരിഹരിക്കാൻ ദ്വിരാഷ്ട്ര പരിഹാരം മാത്രമാണ് ഏക പോംവഴിയെന്ന് UN ആവർത്തിച്ചു വ്യക്തമാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇസ്രായേലിന്റെ പുതിയ ഭൂമി കയ്യേറ്റങ്ങൾ ഈ പരിഹാരത്തെ പ്രായോഗികമല്ലാതാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഭൂമിശാസ്ത്രപരമായി ബന്ധമില്ലാത്ത ചെറിയ തുരുത്തുകളായി പലസ്തീൻ പ്രദേശങ്ങൾ മാറുമ്പോൾ അവിടെ ഒരു രാജ്യം കെട്ടിപ്പടുക്കുക അസാധ്യമായി മാറും. ഇസ്രായേലിന്റെ വലതുപക്ഷ ഭരണകൂടം തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം തീവ്രമായ അധിനിവേശ നയങ്ങൾ നടപ്പിലാക്കുന്നതെന്ന ആക്ഷേപവും ശക്തമാണ്. കടുത്ത ദേശീയവാദികളായ ജൂത കുടിയേറ്റക്കാരുടെ പിന്തുണ നിലനിർത്താൻ പലസ്തീൻ മണ്ണ് പിടിച്ചെടുക്കുക എന്ന തന്ത്രമാണ് ബെന്യാമിൻ നെതന്യാഹുവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സ്വീകരിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിനെ കൂടുതൽ ഒറ്റപ്പെടുത്താൻ കാരണമാകുന്നുണ്ട്. സുരക്ഷാ കൗൺസിലിൽ റഷ്യയും പലസ്തീനും ഉന്നയിച്ച ഈ ഗുരുതരമായ ആരോപണങ്ങൾ വരും ദിവസങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കും. അമേരിക്ക സാധാരണയായി ഇസ്രയേലിനെതിരെ വരുന്ന ഇത്തരം കടുത്ത പ്രമേയങ്ങളെ വീറ്റോ അധികാരം ഉപയോഗിച്ച് പരാജയപ്പെടുത്താറാണ് പതിവ്. എന്നാൽ റഷ്യയും മറ്റു പ്രമുഖ രാജ്യങ്ങളും ഈ വിഷയത്തിൽ ഒന്നിച്ചു നിൽക്കുമ്പോൾ അമേരിക്കയ്ക്ക് മേലുള്ള അന്താരാഷ്ട്ര സമ്മർദ്ദവും വർദ്ധിക്കുകയാണ്. അറബ് ലോകത്തും ഈ വിഷയം വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. സ്വന്തം മണ്ണ് നഷ്ടപ്പെടുന്ന പലസ്തീനികളുടെ ദുരവസ്ഥയിൽ പല അറബ് രാജ്യങ്ങളും ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇടനാഴിയിലെ നിർമ്മാണങ്ങൾ തടയാൻ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്ന പലസ്തീന്റെ ആവശ്യം ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഏറ്റെടുക്കുകയാണ്. സമാധാന ചർച്ചകൾ പുനരാരംഭിക്കണമെങ്കിൽ ഇസ്രായേൽ ഈ അധിനിവേശം നിർത്തണമെന്നാണ് അവരുടെ പക്ഷം.
നയതന്ത്ര പോരാട്ടങ്ങൾ UN-ൽ നടക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും സാധാരണക്കാരായ പലസ്തീനികൾ നേരിടുന്ന ദുരിതങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ കൃഷിയിടങ്ങളും വീടുകളും ഇസ്രായേൽ സൈന്യം ബലമായി പിടിച്ചെടുക്കുകയും അവിടെ പുതിയ ജൂത പാർപ്പിട സമുച്ചയങ്ങൾ ഉയരുകയും ചെയ്യുന്നു. നിയമപരമായ പോരാട്ടങ്ങൾക്കപ്പുറം ഇതൊരു വലിയ മാനുഷിക പ്രതിസന്ധിയായി മാറിക്കഴിഞ്ഞു. പലസ്തീൻ മണ്ണ് കവർന്നെടുക്കുന്നതിനെതിരെയുള്ള റഷ്യയുടെ ഈ തുറന്ന പ്രഖ്യാപനം UN സുരക്ഷാ കൗൺസിലിനെ വീണ്ടും ഒരു ശീതയുദ്ധ സമാനമായ അന്തരീക്ഷത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ആഗോള തർക്കങ്ങളുടെ മറ്റൊരു പ്രതിഫലന കേന്ദ്രമായി പശ്ചിമേഷ്യ മാറിയിരിക്കുന്നു. വൻ ശക്തികളുടെ ഈ നയതന്ത്ര ചതുരംഗ കളിയിൽ പലസ്തീൻ ജനതയുടെ ഭാവി എന്താകുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. വരും ദിവസങ്ങളിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും എന്ത് പ്രതികരണം ഉണ്ടാകുമെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി തങ്ങളുടെ വിപുലീകരണ പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ ഇസ്രായേൽ തയ്യാറാകുമോ അതോ അധിനിവേശവുമായി മുന്നോട്ട് പോകുമോ എന്നത് നിർണായകമാണ്. എന്തായാലും UN സുരക്ഷാ കൗൺസിലിൽ ഉയർന്ന ഈ ഡിപ്ലോമാറ്റിക് കൊടുങ്കാറ്റ് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല.